നമ്മുടെ അച്ഛന്റെ വക ഒരു ബൈബിൾ ക്വിസ്. ദിസ് ഈസ് ഓപ്പൺ ഫോർ എവരിബഡി. ഓക്കെ, അപ്പൊ അച്ഛൻ വേണോ? സമയത്തിന്റെ കുറവ് കാരണം അത് നടത്തണോ വേണ്ടോ എന്നുള്ള കാര്യം പറയാമോ? 5-6 ചോദ്യം ചോദിച്ച് പെട്ടെന്ന് തീർക്കാം. ഷൈജു ഇംഗ്ലീഷിൽ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഏറ്റവും സിമ്പിളാ. നിങ്ങളൊരു ബൈബിള് എല്ലാ ദിവസവും കൃത്യമായിട്ട് വായിക്കുന്ന ആളുകളായതുകൊണ്ട് എല്ലാം ബൈബിളിന്റെ ഉള്ളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാലോ. അലഞ്ചമേ അപ്പോ പെട്ടെന്ന് ചോദിക്കും. അറിയാവുന്നവര് ചാടിച്ചാലും ഉത്തരം പറയണ്ട, കൈ പൊക്കണം കേട്ടോ. പിന്നെ പ്ലീസ്, ഒന്നാമത്തെ ചോദ്യം അത് തന്നെയാണ് ഒന്നാമത്തെ ചോദ്യം. വിശുദ്ധ വേദ പുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യം ചോദിച്ചത് ആരാണ് ചോദിച്ചത്? പാമ്പാണ് ആദ്യത്തെ ചോദ്യം ചോദിച്ചത്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഈ ചോദ്യം അമ്മായി കണ്ടിട്ടില്ലല്ലോ. സത്യമായിട്ട് കണ്ടിട്ടില്ല. ഞാൻ രാത്രി ഒളിച്ചിരുന്നേതാ. ജനനത്തിന് മുമ്പ് പേര് നൽകപ്പെട്ട വ്യക്തി ആരാണ്? യോഹന്നാൻ അല്ല. ദൈവം ആദ്യമായി കൽപ്പിച്ച വചനം ഏതാണ്? ദൈവം ആദ്യമായിട്ട് കൽപ്പിച്ച വചനം ഏതാണ്? ദൈവം ആദ്യമായി കൽപ്പിച്ച വചനം അല്ല. ക്ലൂ. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ്. വചനം ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത്, പക്ഷെ അല്ല. വെളിച്ചം ഉണ്ടാകട്ടെ എന്നാണ് ആദ്യത്തെ വചനം. 4-ാമത്തെ ചോദ്യം, യേശുവിന്റെ വംശാവലിയിലുള്ള രാജാവിന്റെ പേര്? സരീക്ഷ ദാവീദ്. ശരിയാണ്. സിമ്പിൾ ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, ഒരു അധ്യായം മാത്രമുള്ള എത്ര പുസ്തകമുണ്ട് വിശുദ്ധ വേദ പുസ്തകത്തിൽ? ഒരു അധ്യായം മാത്രമുള്ള എത്ര പുസ്തകമുണ്ട്? 2. തെറ്റാണ്. 1 തെറ്റാണ്. 5 തെറ്റാണ്. 3 തെറ്റാണ്. 10 ആരാണ്? 6 4 ഉത്തരം. ശല്യാണ് ആൻസർ പറഞ്ഞത്. ഏതൊക്കെയാന്ന് പറയാമോ? ശല്യ 1, 2, 3, 4. പ്ലീസ്. ഒന്നാമത്തെ ഒരധ്യായം മാത്രമുള്ളത് ഫിലമോൻ. അതുകൂടാതെ 2-3 യോഹന്നാന്റെ ലേഖനങ്ങള്. 4-ാമത്തെ ഒരധ്യായമുള്ളത് യൂദായുടെ ലേഖനമാണ്. അങ്ങനെ ഒരധ്യായം മാത്രമുള്ള വിശുദ്ധ വേദപുസ്തകത്തില് 4 പുസ്തകങ്ങളാണുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ബൈബിളിൽ ഒരു മൃഗം, ആ മൃഗത്തിന്റെ പേര് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ആ മൃഗത്തിന്റെ ഒരു അവയവം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ലോകത്തിലുള്ളതായ ഒരു മൃഗം, ആ മൃഗത്തിന്റെ പേര് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ആ മൃഗത്തിന് ഉള്ളതായ ഒരു അവയവം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, ആ അവയവം ഏതാന്ന് പറയട്ടെ. ആ മൃഗവും അവയവവും. ആ മൃഗം വാരിയല്ല. അല്ല, പ്ലീസ് എന്നാ ഒന്ന് ആരുടെ കൊണ്ടോ? പോത്തിന്റെ കൊണ്ടോ? ആളുകളുടെ കൊണ്ടോ? ആ അവയവം. അതായത് ആ മൃഗത്തിന്റെ
ചേർത്ത് വേണം അതേപോലെ. മാനിന്റെ കൊമ്പ് തെറ്റാണ്. ആ മാനിന്റെ കൊമ്പ് അല്ല. കാളക്കൊമ്പ് തെറ്റാണ്. കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് ആരാ പറഞ്ഞത്? തെറ്റാണ്. ആ കൊമ്പാണ്. ആ തരി ആനക്കൊമ്പാണ്. ആനക്കൊമ്പാണ്. ഒന്ന് രാജാകുമാരന്റെ പുസ്തകം 10-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട് ആനക്കൊമ്പാണ്. ആനക്കൊമ്പ് അതേ ചോദ്യമില്ല. പുതിയ നിയമത്തിൽ എത്ര പ്രവചന പുസ്തകമുണ്ട്? പുതിയ നിയമത്തിൽ എത്ര പ്രവചന പുസ്തകമുണ്ട്? 18. തെറ്റാണ്. ജിബിൻ പറഞ്ഞ 18 തെറ്റാണ്. 26 തെറ്റാണ്. പുതിയ നിയമത്തിൽ ഏതാണ്? ആണോ? ഒന്നാണ് ഉത്തരം. വെളിപ്പാടാണ്. എന്നാ പറഞ്ഞേ? വെളിപാടല്ല, വെളിപ്പാട്. ഇനി സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ബൈബിൾ എന്ന പദത്തിന്റെ അർത്ഥം? ബുക്ക്, പുസ്തകം. എന്താ? ബൈബിൾ. ബൈബിൾ ഇംഗ്ലീഷ് പുസ്തകം എന്നാണ് അർത്ഥം. പഴയ നിയമം എഴുതിയ ഭാഷ ഏതാണ്? അരാമ്യ. ആരാ പറഞ്ഞേ? ഹീബ്രു. 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 ആരാ പറഞ്ഞേ? ഹീബ്രു. ഹീബ്രു. ഹീബ്രു ആണ് പഴയ നിയമം എഴുതിയത്. പുതിയ നിയമം എഴുതിയത് ഏതാണ്? പുതിയ നിയമം എഴുതപ്പെട്ട ഭാഷ ഏതാ? ഗ്രീക്ക്. മഗ്ദലന മറിയവും മറ്റേ മറിയവും കർത്താവിന്റെ കബറിൽ ചെന്നപ്പോൾ കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റി അതിന് ഇരുന്നത് ആരാ? കർത്താവിന്റെ ദൂതനാണ് ഇരുന്നത്. ഈ ചോദ്യം വേണോ? എന്നാ പിന്നെ ഒരു ചോദ്യങ്ങളെ ചോദിച്ചാൽ നിർത്തുക. കഴിഞ്ഞ സഭാചരിത്രത്തിൽ ചോദ്യം ഉണ്ടാക്കിക്കൊണ്ട് വന്നു പോയില്ല എന്നുള്ളതാണ്. 1665 ആരാ വന്നത് കേരളത്തില്? അതല്ല ചോദ്യം. പറഞ്ഞോ? ശരിയാണ്. പക്ഷെ അതല്ല ഉത്തരം. അല്ല, ചോദ്യം അതല്ല. ഈ 1665 മലങ്കരയിൽ വന്ന 1671 വടക്കം പറവൂർ പള്ളിയില് കബറടങ്ങിയിരിക്കുന്ന പിതാവിന്റെ പേര്? അപ്പൊ താനീ പങ്കെടുത്ത എല്ലാവർക്കും നല്ല അറിവുണ്ടല്ലേ? അച്ഛനോട് താങ്ക്സ് ഫോർ പ്രിപ്പയറിംഗ് ക്വിസ്.